ഹലോ, ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു നാടൻ സ്നാക്കാണ്. ഇതിൽ ഞാൻ ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ ചേർത്തിട്ടാണ് ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഈ സ്നാക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ പൈനാപ്പിളും ആപ്പിളും പഴവും മാങ്ങയുമാണ് എടുത്തിട്ടുള്ളത്. എല്ലാ ഫ്രൂട്ട്സും 1/2 കപ്പ് വീതമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ അവൈലബിളായ ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് കാഷ്യൂ നട്ട് നുറുക്കിയതും കുറച്ച് ഉണക്കമുന്തിരിയും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്ലേവറിന് വേണ്ടി ഞാനിവിടെ ഏലക്കപ്പൊടിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഫ്രൂട്ട്സൊക്കെ വഴറ്റിയെടുക്കാൻ വേണ്ടി ഇതിലേക്ക് ഞാൻ നെയ്യ് ചേർത്തിട്ടാണ്. അതുകൊണ്ട് തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഈ സ്നാക്ക് ഞാൻ ശർക്കരപ്പാനി ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 300 ഗ്രാം ശർക്കര ഇതുപോലെ ചീകി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 കപ്പ് അരിപ്പൊടിയാണ് വേണ്ടത്. നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി. നമ്മൾ പത്തിരിപ്പൊടിയായിട്ടൊക്കെ വാങ്ങുന്ന അരിപ്പൊടി എടുത്താൽ മതി. സ്നാക്കിന് വേണ്ടി നമുക്ക് ശർക്കര പാനി തയ്യാറാക്കണം. അതിനുവേണ്ടി 300 ഗ്രാം ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കരയെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. പാനി തയ്യാറാക്കാൻ വേണ്ടി 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിനു ശേഷം ശർക്കര ഉരുകി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പാനി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ശർക്കരയൊക്കെ ഉരുകിയിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാന് അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴവും ആപ്പിളുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ എടുത്തിട്ടിരിക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം 1/2 കപ്പ് വീതമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിളും മാങ്ങയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിൽ ഇട്ട് കൊടുത്ത ഫ്രൂട്ട്സ് അല്ലാതെയും മറ്റു ഫ്രൂട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. സീസണൽ ഫ്രൂട്ട്സ് എടുക്കുന്നതായിരിക്കും നല്ലത്. 1-2 ഫ്രൂട്ട്സ് കുറഞ്ഞാലും നിങ്ങൾക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. ഫ്രൂട്ട്സ് നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി തേങ്ങയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ്. ഇനി അതേ പാനിൽ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഞാൻ ഉണക്കമുന്തിരി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് കാഷ്യൂ നട്ട് നുറുക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. കാഷ്യൂ നട്ടിൻ്റെ കളർ ഒന്ന് മാറി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി അരിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ശർക്കര പാനി ഇതിൽ നന്നായിട്ട് ചേർത്ത് ഒന്ന് തിളച്ച് വരണം. പാനി ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സായി നല്ലൊരു തിള വന്നതിന് ശേഷം നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ള ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നല്ല ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 2 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പൊടി ഈ ശർക്കര പാനിയിൽ കിടന്നൊന്ന് വാട്ടിയെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ പൊടി നന്നായിട്ട് തന്നെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് എക്സ്ട്രാ നെയ്യിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ ഒരു പാകത്തിൽ നമുക്ക് മാറ്റിയെടുക്കാം. ഇനി ഇത് തണുക്കാൻ വേണ്ടി ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ചെറുതായി ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് ഷേപ്പാക്കി എടുക്കണം. അപ്പം ഞാനിത് ചെറിയ ഉരുളയായിട്ട് എടുത്ത് ഒന്ന് ഉരുട്ടിയിട്ടാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാഴയില ഉണ്ടെങ്കിൽ വാഴയില വെച്ചിട്ട് ഇത്
ഷേപ്പാക്കിയെടുക്കാം, ഇല്ലെങ്കിൽ മോദകത്തിൻ്റെ ഷേപ്പിലും ഇതാക്കിയെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു മോൾഡ് വെച്ചിട്ടാണ് ഇതിനെ ഷേപ്പാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ മോൾഡുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ഷേപ്പ് ചെയ്താൽ മതി. ഇനി ഇതുപോലെ മോൾഡ് ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വാഴയിലയിലൊക്കെ വെച്ച് കുമ്പിളപ്പത്തിൻ്റെയൊക്കെ രീതിയിൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ എല്ലാതും നന്നായിട്ട് തന്നെ ഷേപ്പ് ചെയ്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനുവേണ്ടി സ്റ്റീം ചെയ്യുന്ന പാത്രം ഞാൻ നന്നായിട്ട് നെയ്യൊന്ന് തടവി ബ്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് സ്നാക്ക് വെച്ച് കൊടുത്ത് ഒരു 8 തൊട്ട് 10 മിനിറ്റ് വരെയാണ് സ്റ്റീം ചെയ്തെടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ സ്റ്റീം ചെയ്യുന്ന പാത്രത്തിൻ്റെ അടപ്പിൽ ഞാൻ ഇതുപോലെ തുണി വെച്ചിട്ടുണ്ട്. ആവി വെള്ളമൊന്നും ഇതിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. ഇപ്പം നന്നായിട്ട് തന്നെ സ്റ്റീമായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ ഞാൻ സെക്കൻഡ് ട്രിപ്പും ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു നാടൻ സ്നാക്ക് തന്നെയാണ്. ഫ്രൂട്ട്സൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വരുന്ന വിനായക ചതുർത്ഥിക്ക് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ ഈ സ്നാക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള കമൻറ്റ്സ് എഴുതി അറിയിക്കാനും മറന്നു പോകരുത്. വീണ്ടും ഇതുപോലെയുള്ള പുതുപുത്തൻ റെസിപ്പിയുമായിട്ട് ഞാൻ ഉടനെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.